أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ മൈമൻ അക്കാഡമി നടപ്പാട്ടരങ്ങത്തെ റമളാൻ ഖുർആൻ സ്പെഷ്യൽ ക്ലാസ്സിലെ പൊണാമത്തെ നാളിലേറ്റിക്കിരുന്നങ്ങ ഓർമ്മിച്ചു കൂടിരെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല ഒരു കാഫിറും ഒരു മുസ്ലിമുടെ നടുലുണ്ടായങ്ങനത്തെ പരസ്പരമായിട്ടുള്ള വാഗ്വാദങ്ങ അതുപോലെ സംഭാഷണയുടെ രൂപത്തിലുള്ള ഒരു ചരിത്ര ആയിട്ടിക്കിരുന്നങ്ങ ചർച്ചയാക്കിക്കൊണ്ട് വന്ന് കാഫിരീങ്ങ അല്ലെങ്കിൽ ഈമാനുക്ക് വിരുദ്ധമായിട്ടുള്ള ശക്തിങ്ങ എപ്പോഴും ദുനിയാവുടെ ആൽമാറേറ്റിക്കിടാറ് ദുനിയാവുടെ ഹൈലൈറ്റ് ആക്കിട ആൽമാറേറ്റിക്കിടാറ് ദുനിയാവുടെ കൊണ്ടിട്ടു ഹെമ്മപ്പെടുറങ്ങ ദുനിയാവുടെ സ്വത്ത് സമ്പത്തുങ്ങളെ കൊണ്ടിട്ടു ഹൈജാക്ക് ആക്കു പ്രയത്ന ആക്കിട ആൽമാറേറ്റിക്കിടാറ് എപ്പോഴും ഈമാനുക്ക് വിരുദ്ധമായിട്ടുള്ള ശക്തിങ്ങ പാനിലക്കൂടെ മുഅ്മിനായ മനുഷ്യരുടെ വിരുദ്ധമായിട്ട് പലക്ക് പറഞ്ഞുകൊണ്ടുള്ള ആള് ദുനിയാവുടെ സ്വത്തുകളെ കൊണ്ടിട്ടും അനുയായികളെ കൊണ്ടിട്ടും അഭിമാനപ്പെട്ടിട്ടാണ് അവണു പലക്ക് പറഞ്ഞുകൊണ്ടിന്നെ അല്ലെങ്കിൽ ഹൈജാക്കാക്കുകൊല്ലെ പ്രയത്നാക്കിക്കൊണ്ടിന്നെ അങ്ങനെ നടുവിൽ പല സംഭാഷണങ്ങൾ നടന്നിട്ട് നെക്സ്റ്റ് അല്ലാഹു തആല ഉദ്ധരിക്കടെ വിഷയ മുഅ്മിനായ മനുഷ്യ കാഫിരട്ട ചൊല്ലങ്ങനത്തെ ഒരു പലക്കാണ് ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا മുഅ്മിനായ ആ ബനു ഇസ്രായേലിന്റെ കൂട്ടത്തിൽ യഹൂദ ചൊല്ലെ മുഅ്മിനായ മനുഷ്യ ചൊന്തു ഓനന്റെ സഹോദര ഇൻ തറനി അന അഖല്ല മിൻക മാലം വലദ നിന്റെ കാണ നാണ് ಸಂತಾನ ಕೊರಡಿಯುಳ್ಳವನಾയിട്ടിಕ್ಕರೆ ചെമ്മ ಸಂತಾನ ഇല്ലാത്തവണു അല്ലെങ്കിൽ ಸಂತಾനം കണ്ടിട്ട് മാത്രല്ല സഹായിക്കിടാൽമാര് അനുയായിങ്ങ ഫോളോവേഴ്സ് ഇങ്ങല്ല നിന്റെ കാണ നാണ് കൊറടിയുള്ളായിട്ടും നിന്റെ കാണ നക്ക് സ്വത്തുങ്ങ മാലും വലതും സ്വത്തുങ്ങ കൊറടി ഉണ്ടുണ്ടും നീന് കാണ്ടേണ്ടെങ്ക് നീന് ആ രൂപത്തിൽ നീന് നന്റെ നോക്കുരണ്ടെങ്ക് ഇൻസൾട്ട് ആക്കരണ്ടെങ്ക് നക്ക് ചൊല്ലകുല്ലേ നാന് നന്റെ ഈമാന്റെ അടിസ്ഥാനത്തിൽ നക്ക് ചൊല്ലകുല്ലേ ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക് നക്കൊരു പ്രതീക്ഷയുണ്ട് നക്കൊരു നിരീക്ഷയുണ്ട് എന്തിരെ നന്റെ റബ്ബ് നിന്റെ സ്വർഗത്തെ കാണ നീനൂടെ ഉണ്ടാക്കി വെച്ചങ്ങനത്തെ നല്ല പൂന്തോപ്പും തോട്ടങ്ങവും നിന്റെ സ്വത്തുങ്ങ നീന് സ്വർഗസമാനമായിട്ടുണ്ടാക്കിയങ്ങനത്തെ നിന്റെ സ്വത്തുടെ ലോകം ഉണ്ടല്ലേ അതിനെ കാണ ഹൈറായങ്ങനത്തെ ഒരു സംഗതി അല്ലാഹു തആല നക്ക് തരുവ എന്ന പ്രതീക്ഷയും എന്ന നിരീക്ഷയുമാണ് നക്കുല്ലേ എന്ന് മാത്രല്ല നക്ക് തരുവാണ്ട് മാത്രല്ല വയുർസില അലൈഹ ഹുസ്ബാനം മിനസ് സമാ നിന്റെ സ്വർഗ നീന് കെട്ടിവെച്ചങ്ങനത്തെ ഊടാക്കിയങ്ങനത്തെ ഒരു സ്വർഗം ഉണ്ടല്ലേ അതിന് മേല് വലിയ ആഫത്ത് മുസീബത്ത് ഇറക്കുവാണ്ടാണ് നക്ക് കാണ്ടേ അതിന് മേല് വലിയ മുസീബത്ത് പറഞ്ഞിട്ടാണ് നക്ക് കാണ്ട് അല്ലാഹു തആല മുസീബത്ത് കടത്തുവാണ്ട് കാണ്ട് എന്നിട്ട് മുസീബത്ത് ഉണ്ടായിട്ട് എന്തുണ്ടാവൂ ഫതുസ്ബിഹ സ്വഈദൻ സലഖാ നിന്റെ ആ തോട്ട നിന്റെ നല്ല സ്വത്തുങ്ങല്ല നീ ചന്തമായിട്ട് നീന് വലിയ അഭിമാനപ്പെട്ട അങ്ങനത്തെ സ്വത്തുങ്ങളുണ്ടല്ലേ അതെല്ലാം മണ്ണായി പോവൂ പൊടിയായിട്ടുള്ള അങ്ങനത്തെ അലക്ക പൊടിയായിട്ടുള്ള അങ്ങനത്തെ മണ്ണായി പോവുകയാണ് ചാൻസുല്ലേ നിരീക്ഷയില്ലേ എന്ന് ആണ് മുഅ്മിനായ മനുഷ്യ മുഅ്മിനായ ആള് പ്രതീക്ഷയായിട്ട് നിരീക്ഷയായിട്ട് ചൊല്ലി അത് ഈ നിരീക്ഷ ഒന്ന് ദുനിയാവിലെ നടക്കൂ അല്ലെങ്കിൽ ആഖിറത്തിലെങ്കിലും നടക്കൂ ഒന്ന് ദുനിയാവിലെ അല്ലാഹു തആല നിന്റെ ഈ സ്വത്ത് സമ്പത്തരല്ല കംപ്ലീറ്റ് ആയിട്ട് നാശാക്കട രൂപത്തിൽ അല്ലാഹു തആല വലിയൊരു ശിക്ഷയുടെ ഇറക്കുക ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇനി ദുനിയാവില് പിന്നെ നീ മരിക്കണോടത്തോളം ഇത് നിന്റെങ്കും കുറെ കാലം കഴിഞ്ഞിട്ട് എന്തായാലും നശിക്കട് ആഖിറത്തിൽ കംപ്ലീറ്റ് ഒരു ഉപകാരമില്ലാത്ത രൂപത്തിൽ ഇതായിപ്പോണ്ടു എന്നതിൽ നക്ക് സംശയമില്ല അല്ലെങ്കിൽ ലൗ യുസ്ബിഹ മാഉഹാ ഗൗറാ ഫലൻ തസ്തതിഅ ലഹു തലബാ അല്ലെങ്കിൽ ആ തോട്ടത്തിക്ക് നിന്റെ കൃഷി കുല്ലങ്ങനത്തെ
നിന്റെ ഈ തോട്ടത്തുകെല്ലാം ഉള്ളങ്ങനത്തെ നല്ല മുന്തിരി തോട്ടവും അതുപോലെ ಖರ್ಜೂರത്തെയും തോട്ടങ്ങ അല്ലാത്ത കുറെ ഹണ്ണു ഹംപലുങ്ങളെ തോട്ടെല്ലാം ഉണ്ടല്ലേ, അതിരെ അതുക്ക് വേണായെ അതിരെല്ലാം പിന്നെ അടിസ്ഥാനമായിട്ടുള്ള അങ്ങനത്തെ തന്നി അതുക്കെല്ലാം വേണായ തന്നി ഉണ്ടല്ലേ, ആ തന്നിരെ അള്ളാഹു താല അലക്ക ബത്ത് ബാട്ടി വിടുക, അതിരെ അലക്ക കാലിയാക്കി വിടുക, അതിരെ ഭൂമിയിൽ അള്ളാഹു താല ഇറക്കി വിടുക. പിന്നെ നിക്ക് ഫലൻ തസ്തതിഅ ലഹു ത്വലബ, പിന്നെ നിക്ക് അതിരെ തേടുക ഒരിക്കലും ആവാത്ത രൂപത്തിൽ അള്ളാഹു താല കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു മുസീബത്ത് എന്തെങ്കിലും ബറൂണ്ടാണ് നക്ക് കാണ്ടേ, നക്ക് പ്രതീക്ഷയില്ലേ എന്ന് ഈമാനുള്ള മനുഷ്യൻ. അപ്പൊ ഈമാനുള്ള ആള് ഈ കാഫിറെ ദുനിയാവുടെ ഹൈലൈറ്റ് ആക്കിയുള്ള അങ്ങനത്തെ ആ ഒരു മോട്ടിവേഷൻസും ആ ഒരു ഹൈജാക്ക് ബലിയായിട്ടില്ലാണ്ടാണ് നമുക്ക് മനസ്സിലാവിടെ. ಅದಕ್ಕೆ വിരുദ്ധമായിട്ട് ഈമാന്റെ ഭാഷയിലും ഉണ്ടിട്ട് അല്ലെ, ഈമാനുള്ള ആളുക്ക് നിലവിൽ അയാൾ പിന്നെ ദുനിയാവുടെ ഓരോന്ന് കാണുമ്പോൾ ಅದಕ್ಕೆ ಬೂಲಾಂಟೆ ആഖിറത്തെ നെക്സ്റ്റ് ಬಂಡೆ ഫ്യൂച്ചറിൽ ಬಂಡಂಗಂತೆ കാര്യത്തെ ಬಗ್ಗೆയാണ് തിങ്കാക്കടെ. ഫ്യൂച്ചറിൽ ಬಂಡಂಗಂತೆ ആഖിറത്തെ ബഗ്ഗെയും ദുനിയാവുടെ നാശത്തെ ബഗ്ഗെ തിങ്കാക്കിയിട്ടാണ് ഇപ്പൊ സൊബറെടുക്കട ആലയിട്ടിക്കർ ഈമാൻ ഉള്ളങ്ങനത്തെ മനുഷ്യ എന്ന് അള്ളാഹു താലയുടെ പടിപ്പാട്ടി ഉണ്ടുള്ള. അങ്ങനെ എന്തായിട്ട് ഈ മുഅ്മിനായ മനുഷ്യ ചൊന്നതുപോലെ നടന്നെത്ത്. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا. وأحيط بثمره ആ കാഫിറായ ആളുടെ കൃഷിങ്ങ തോട്ടങ്ങ എല്ലാം കംപ്ലീറ്റ് അടിമുടി നശിച്ചു പോയിത്ത്, കംപ്ലീറ്റ് നശിച്ചു പോയിട്ടാണ് അള്ളാഹു താല ചൊന്നു. ആ കാഫിറായ അയാളുടെ സമർ അയാളുണ്ടാക്കിയ അങ്ങനത്തെ ഫലങ്ങ സ്വത്ത് സമ്പത്തുങ്ങ എല്ലാം കംപ്ലീറ്റ് നശിച്ചിട്ട്, ഒരു സുബയാവുമ്പോ ഒരു പ്രഭാതമാവുമ്പോ എല്ലാം നശിച്ചിട്ടുണ്ട്. ആ നശിച്ച ടൈമിൽ കാഫിറുണ്ടായ ഒരു നിരാശ നോക്കൂ. ഇതാണ് ദുനിയാവുടെ പേരത്തിൽ പോയ ഇതാണ് ഉണ്ടാവിടെ. ഒർക്കത്ത് കാങ്ങ ഭയങ്കര ആളായിട്ടും അതിൽ വലിയ ಹೆಮ್ಮೆಪಡ್ರೆ ಅಹಂಕಾರಪಡ್ರೆ ಆಲ್ಮಾರಾയിട്ട് ഇങ്ങനെ നിൽക്കിടാറ്, അതിരെ കൊസിപ്പಡ್ರಂಗಂತೆ അതിൽ എൻജോയ് ആക്കടങ്ങಂತೆ ദുനിയാവിൽ എൻജോയ് ആക്കടങ്ങಂತೆ ആൽമാറായിട്ട് ഇങ്ങനെ നിൽക്കിടാറ്. പക്ഷേ അങ്ങോട്ടുള്ള പരിണാമമായിട്ട് റിസൾട്ട് ആയിട്ടുണ്ടാവിടെ കംപ്ലീറ്റ് നിരാശയാണ്. അത് സൂചിപ്പിച്ചിട്ട് അള്ളാഹു താലോട് ചൊന്നിട്ടുള്ള ഈ കാഫിറായ മനുഷ്യക്ക് ഈ സ്വത്ത് സമ്പത്തുക നാശായപ്പ അസ്ബഹ യുഖല്ലിബു കഫൈഹി, അവനും അവന്റെ കൈയുടെ അപ്പറ ഇപ്പറ ഇങ്ങനെ തിരിക്കുക തുടങ്ങിയ, കൈയുടെ ഇങ്ങനെ തിരിക്കുക തുടങ്ങിയ ദുഃഖം കൊണ്ടിട്ട് വല്ലാത്ത ഖേദം കൊണ്ടിട്ടല്ലേ, നല്ല ബേജാറാവുമ്പോ എന്തും പിടുത്ത കിട്ടാണ്ട് കൈയുടെ ഒന്നെങ്കിൽ മുങ്കയുടെ അപ്പറ ഇപ്പറ ഇങ്ങനെ തിരിച്ചിട്ട് ഒരു പിടുത്ത കിട്ടാത്ത രൂപത്തിലാക്കണങ്ങനത്തെ ഒരു കലിയുണ്ടല്ലേ, ആ കലിക്കൊക്കെ തുടങ്ങിയിട്ടാണ് കാഫിറായ മനുഷ്യ. അവനക്ക് ഒരു പിടുത്ത കിട്ടില്ല, എല്ലാം നശിച്ചു പോയിത്തൽ. ഇത്ര വലിയ സാമ്രാജ്യമാണ് കെട്ടിയ, തന്റെ സ്വത്ത് സമ്പത്ര വലിയ സാമ്രാജ്യ, വലിയ കൃഷിയുടെ സാമ്രാജ്യ, തോട്ടങ്ങളെ സാമ്രാജ്യനാണ് കെട്ടിയിട്ട് വലിയ തോട്ടങ്ങളാണ്, ചെറിയ ചെറിയ ഒരു തോട്ടമല്ല, വലിയ തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു സുബയാവുമ്പോ എല്ലാം നശിച്ചു പോയിടല്ലേ എന്ന നിലക്ക് ഉണളക്ക ടെൻഷനിലായി പോയ അസ്ബഹ യുഖല്ലിബു കഫൈഹി, വല്ലാതെ ദുഃഖിക്കിടവണായി പോയ, ടെൻഷനുള്ളവണായി പോയ അലാമ അൻഫഖ ഫീഹാ, അവನು ചെലവാക്കി എങ്ങനത്തെ ഇൻവെസ്റ്റ് ആക്കി എങ്ങനത്തെ അവന്റെ സ്വത്തുങ്ങല്ലവണു വല്ലാതെ ടെൻഷൻ ഉള്ളവണായി പോയ. ഈ കാഫിറായാൽ ഇൻവെസ്റ്റ് ആക്കിയത് ദുനിയാവ് ഗുബേനായിട്ടാണ്, അതെ മുഅ്മിനായ മനുഷ്യ ആഖിറത്ത് ഗുബേനായിട്ടാണ് ഇൻവെസ്റ്റ് ആക്കി അവനുക്ക് കിട്ടിയ അങ്ങനത്തെ വാരിസായി കിട്ടിയ അങ്ങനത്തെ സ്വത്തില് അവനുക്ക് ടെൻഷൻ, മുഅ്മിനായ മനുഷ്യക്ക് ടെൻഷൻ ഇല്ലാണ്ടായി പോയിട്ട്. ആ മുഅ്മിനായ മനുഷ്യക്ക് നല്ല പ്രതീക്ഷയാണുള്ളേ, അള്ളാഹു താല വലിയ നക്ക് വലിയൊരു സ്വർഗ നക്ക് തറുവാച്ചുള്ള പ്രതീക്ഷയിലാണ് അയാളുള്ളത്. കാഫിറായ മനുഷ്യൻ അവന് ദുനിയാവിൽ അതിൽ ഇൻവെസ്റ്റ് ആക്കിയ അവന് കംപ്ലീറ്റ് നിരാശയിലായി പോയ. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, ആ തോട്ടങ്ങ ആ മുന്തിരി തോട്ടങ്ങല്ല അതെല്ലാം കംപ്ലീറ്റ് ബൂന്നു പോയിട്, എല്ലാം ബൂന്നു പോയിട്. ആ ബൂന്നു പോയ തോട്ടത്തെ മുതൽ ഇങ്ങനെ കൈനീട്ടിട്ട് ദുഃഖിക്കിടാലായി പോയ കാഫിറായ മനുഷ്യ എന്തൊരു നിരാശയാണ്. ദുനിയാവുടെ പ്രതി ഒരു സുഖവും അതിരെ അവസാനം നിരാശയായിട്ടിക്കരുത്. ചിലപ്പോ ഞങ്ങ ഒരു ദുനിയാവുടെ ഒരു സുഖത്തെ പേരത്തിൽ ഇങ്ങനെ പോണ്ട, അതിൽ എൻജോയ്മെന്റ് ഇങ്ങനെ കിട്ടി, രസം ഇങ്ങനെ കിട്ടിയിട്ട് പോണ്ട. പക്ഷേ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ നിരാശയാണ് ഉണ്ടാവിടെ, കംപ്ലീറ്റ് ഡിസപ്പോയിന്റ്മെന്റ് ആണ് മനസ്സിലുണ്ടാവിടെ. ഒരു
പൂർണ്ണമായ ഒരു തൃപ്തി സാറ്റിസ്ഫിക്കേഷൻ ചൊല്ലത് ദുനിയാവുടെ എൻജോയ്മെന്റ്സിൽ ദുനിയാവുടെ ആസ്വാദനത്തിൽ ഒരിക്കലുമില്ല. വയഖൂലു എന്നിട്ടവണ് ബൊബ്ബെടുക്കു തുടങ്ങിയ കാഫിറായ മനുഷ്യ യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദാ. നന്റെ സഹോദര നക്കൊരു ഉപദേശാക്കിന്നല്ലേ, നന്റെ സഹോദര നന്റെ മുഅ്മിനായ സഹോദര നക്ക് ഉപദേശാക്കിന്ന ഓ മനുഷ്യ നീന് നിന്റെ പടച്ചങ്ങനത്തെ റബ്ബുടെ ധിക്കരിച്ചിട്ട് നീ പോവണ്ട. ആ പടച്ച റബ്ബു ചൊന്ന പോലെ കേട്ടിട്ട് ആ റബ്ബുകുബേനായിട്ട് ജീവിക്കുക നോക്കുന്നൊക്കെ എന്നൊരു ഉപദേശം തന്നു. ആ ഉപദേശം കേൾക്കാണ്ട് ഞാൻ എന്തെല്ലാം ആക്കി പോയ. യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദാ. നന്റെ റബ്ബുടൊട്ടിಗೆ ನಾನು ആരെയും ഷിർക്കാക്കിട്ടില്ലെണ്ടെങ്കിൽ എത്ര നല്ല ಇಂತല്ലേ. നന്റെ റബ്ബു ചൊന്ന പോലെ ನಾನು കേട്ടിരുന്നെങ്കിൽ എത്ര നല്ല ಇಂತല്ലേ. നന്റെ റബ്ബുടൊട്ടിಗೆ ನಾನು നന്റെ റബ്ബുടെ കൈ വിട്ടിട്ട് ನಾನು ദുനിയാവുടെ പിറത്തിൽ പോയല്ലേ. അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ എത്ര നല്ല ಇಂತല്ലേ എന്ന നിരാശയുടെ ഒരു അട്ടഹാസമാണ് കാഫിറായ മനുഷ്യ ആക്കുക തുടങ്ങിയത്. വല്ലാത്തൊരു നിരാശയുടെ പലക്കായി പോയിട്ടുണ്ട്. വലം തകുല്ലഹു അപ്പത്തൗണ്ട അവസ്ഥ നോക്കൊരു വലം തകുല്ലഹു ഫിഅതു യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറാ. ഇത്രത്തോളം അവന്റെ തിങ്കിങ്ങിന്റെ കാഫിറായ മനുഷ്യ ഈ വലിയ അവന്റെ ಸಂಪತ್ತುರೆ ಸಾಮ್ರಾಜ್ಯ ಕೆಟ್ಟುಂಬೋ ಅವನ ಮನಸ್ಸಿಲಿನ್ನೆ ಅವನಿಗೂ ಅಲ್ಲಾಹುಡ ಅಗತ್ಯ ಇಲ್ಲ ಚೊಲ್ಲೆ ಥಿಂಕಿಂಗ್ ആണ് അവനിക്കിന്നെ. അവനുകു ദുനിയാവുടെ ഈ സ്വത്ത് സമ്പത്തുങ്ങമേ അവന്റെ സഹായിക്കുന്നുണ്ടും. അതുപോലെ ദുനിയാവുടെ ആൽമാർ അവന്റെ ഹെൽപ്പ് ആക്കിടാറ്, അവന്റെ ഹെൽപ്പ് കിക്കിടാറ് എന്നാണ് അവന്റെ അനുയായി അവന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൽമാരല്ല അവന്റെ ഹെൽപ്പുക്ക് ബറുവാറ്, അവന്റെ സഹായത്തുക്ക് ബറുവാറ്, ഏത് ടൈമിൽ അവനുകു ಬೆಂಬಲಾയിട്ട് ಬರುವಾರು ಚೊಲ್ಡೆ ഒരു ചിന്തനലാണ് അവനിന്നെ. പക്ഷേ അള്ളാഹു താല ചൊല്ല വലം തകുല്ലഹു ഫിഅതു യൻസുറൂനഹു. ഇങ്ങനെ ഒരു അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് വലിയ ശിക്ഷ വന്നപ്പ അവന്റെ സഹായിക്കുക ഒരു ആളും ഇല്ലാണ്ടായി പോയിത്തല്ലേ, ഒരു ഗ്രൂപ്പും അവന്റെ സഹായിക്കുകയില്ലാണ്ടായി പോയിത്തല്ലേ. മിൻ ദൂനില്ലാഹി അള്ളാഹു അല്ലാണ്ട് ആരും സഹായിക്കുകയില്ലപ്പ. ആർക്കും ഇതിനെ ബച്ചാവാക്കുക ഇതിനെ രക്ഷിക്കുക ആരെ കൊണ്ടും സാധ്യമായില്ല. ഒമാക്കാന മുൻതസിറ സ്വന്തം അവനുകും ഈ വിഷയത്തിൽ ഒന്നുമാക്കുകയില്ല. അവന്റെ തോട്ടങ്ങ ഈ വലിയ ആഫത്ത് മുസീബത്ത് പറയുമ്പോ അവന്റെ തോട്ടത്തെ രക്ഷിച്ചൊലകു അവന്റെ സ്വന്തം അവന്റെ കൊണ്ടും സാധ്യമായില്ല. വലിയ ഉപദേശമാണ് അള്ളാഹു താല ഇതൊരു കഥ രൂപത്തിൽ ഒരു ചരിത്ര രൂപത്തിൽ ചൊല്ലണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരെ വിഷയത്തിലും നമുക്ക് വലിയ പാഠങ്ങളാണ് ഇത് തന്റെ. ഞങ്ങളെ വലിയ സ്വത്ത് സാമ്രാജ്യങ്ങൾ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടുമ്പോൾ ഞങ്ങളെ പെറത്തിലുള്ള ആൽമാർ ഞങ്ങളെ ഹെൽപ്പ് കിക്കുവാറ് ഇതെല്ലാം നമുക്ക് ശാശ്വതമായിട്ട് ഇക്കിട്. ഏത് എങ്ങനത്തെ ലോസ് ബന്തെങ്കും നക്ക് പേടിയില്ല എന്ന രൂപത്തിലുള്ള ചിന്തനാക്കി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ തിങ്കാക്കണു അള്ളാഹുടെ മറന്നിട്ടാണ് ഇത് ആക്കിടണ്ടായെങ്കിൽ ಖಂಡಿತമായിട്ട് ഒരു നാൾ അള്ളാഹു താല ಅದಕ್ಕೆ വലിയ ആഫത്ത് മുസീബത്ത് ഇറക്കുക. അപ്പൊ പിന്നെ അള്ളാഹു അല്ലാണ്ട് വേറെ ആരും ಅದಕ್ಕೆ സഹായിക്കുകയില്ല. സ്വന്തമായിട്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുകയുമാവില്ലേ. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖ്ബാ. അതാ വ്യക്തമായിട്ടൂടെ തെളിഞ്ഞിത്തെന്ദ്രെ വ്യക്തമായിട്ട് സാബീത്തൈത്തെന്ദ്രെ ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ് യഥാർത്ഥമായിട്ടുള്ള അധികാര അല്ലാഹു കാണുല്ലേ എന്ന് വ്യക്തമായി സാബിത്തായി പോയിട്ട് മനുഷ്യന്മാർക്ക് പ്രത്യക്ഷത്തിലൂടെ അധികാരങ്ങ ಇನ್ನೆಂಟಾಯಿಂಗು ಅಲ್ಲೇ ಪ್ರತ್ಯಕ್ಷത്തിൽ നമുക്ക് ഓരോരുത്തർക്ക് ഓണർഷിപ്പ് അധികാര ചൊല്ലതെല്ലാം ഉണ്ട്. നമുക്ക് ഒടത്തന ചൊല്ലതുണ്ട്. ഞങ്ങളെ ഞങ്ങളെ ഒടത്തനത്തിലുള്ളതാണ് ഞങ്ങൾ ചൊല്ല ഞങ്ങളെ ഓണർഷിപ്പിലാണുള്ളതെന്ന് ചൊല്ല. ഞങ്ങളെ ഗാഡിങ്ങ ഞങ്ങളെ തോട്ടങ്ങ ഞങ്ങളെ കൃഷിങ്ങ എല്ലാം ഞങ്ങളെ ഓണർഷിപ്പിൽ നാനാണ് ಅದರ ഓണർ ഉണ്ട് ഞങ്ങൾ ചൊല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഓണർഷിപ്പ് എല്ലാം അള്ളാഹു ആണ് എന്ന് ഇവിടെ സാബിത്തായി പോയിട്ട്. കാരണം കംപ്ലീറ്റ് ആയിട്ടുള്ള സമ്പൂർണമായ ഓണർഷിപ്പ് ഞങ്ങളെ കയ്യിൽ മാറ്റിണ്ടായെങ്കിൽ ഞങ്ങൾക്കു അത് ആ സംഗതി ഞങ്ങളെ സ്വത്തുക്ക് പണ്ടേ ഏതൊരു ആഫത്തിനെയും മുസീബത്തിനെയും നമുക്ക് തടയുകയാണ്. അതിനെ നശിപ്പിക്കുന്ന രൂപത്തിൽ പണ്ടങ്ങനത്തെ ഏതൊരു സംഗതിയെ നമുക്ക് പിന്നെ തടയുക ഞങ്ങളെ കൊണ്ട് സാധ്യമാവണം. പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധ്യമാവില്ല. ആ ആ സ്വത്ത് സമ്പത്ത് ഒരു സുബയാവുമ്പോ ഒരു പ്രഭാതമാവുമ്പോ അതിന് കംപ്ലീറ്റ് നശിപ്പിക്കുകയില്ല. അങ്ങനത്തെ
ഒരു കഴിവും സാമർത്ഥ്യവും മേലായ റബ്ബ് കൊണ്ട്. അതുകൊണ്ട് ടൗണുകാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാര ഔണുകാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുടൂ. പ്രത്യേകമായിട്ട് അത് വ്യക്തമായിട്ട് ഇനിയും സ്പഷ്ടമായിട്ട് അർത്ഥാവിടെ ഹുനാലിക്ക ആ ആഖിറത്തിൽ വെച്ചിട്ടാണ് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ രണ്ടാണ്. ആഖിറത്തിലെ എല്ലാ അധികാരവും അള്ളാഹു കാണിട്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുടൂ. മാലിക് യൗമിദ്ദീൻ അതാണ് ഞങ്ങൾ ചൊല്ലേ. ഖിയാമത്ത് നാളുടെ ആ നാളുടെ രാജാവായിട്ടുള്ളങ്ങനത്തെ അധികാരിയായിട്ടുള്ളങ്ങനത്തെ മാലിക്കായിട്ടുള്ളങ്ങനത്തെ അള്ളാഹു താല ഉടമെ മാലിക്കാണ്, എല്ലാത്തെയും മാലിക്കാണ്. പക്ഷെ ഖിയാമത്ത് നാളുടെ മാലിക്കാണ് ചൊല്ല പ്രത്യേകമായിട്ട് ചൊല്ലേ. ആ നാലുക നമുക്ക് വ്യക്തമായിട്ട് കൊന്തവിടെ അള്ളാഹു ആണ് ഇതിരെല്ലാം ഓണർ. ഞങ്ങന്തും ഓണറായിട്ടില്ല ಅಂತ ഞങ്ങളെ തടിയുടെ ഓണർ ഞങ്ങല്ല, ഞങ്ങളെ കാറിന്റെ ഓണർ ഞങ്ങല്ല, ഞങ്ങളെ അകത്തെ ഓണർ ഞങ്ങല്ല. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ അള്ളാഹു താല ഈ ദുനിയാവുടെ കാര്യ വഹിവാട്ടുങ്ങെല്ലാം നടക്കുകയായിട്ട് നമുക്കൊരു ചെറിയൊരു ഓണർഷിപ്പ് തന്നിരല്ലാണ്ടെ പൂർണ്ണമായ അധികാരവും ഓണർഷിപ്പ് നമുക്കില്ല. അത് ഏതിലുമില്ല. ഞങ്ങളെ സ്വന്തം തടിയിൽ പോലും നമുക്ക് പൂർണ്ണമായ ഓണർഷിപ്പ് ഇല്ലാണ്ടാണ് അല്ലേ. നമുക്ക് വിചാരിച്ച പോലെ ഞങ്ങളെ തടിയിലൊക്കെ പോകാവിടെ പിന്നെ ഓർത്ത ಸ್ವಂತ ಅವನ ಮೇ ಕೈ ಕಟ್ಟಾಕುವ ಬರ್ತಾಯ ಅವನಿಗೂ ಕೈ ಕಟ್ಟಾಕುವ ಅವಡ ಕೈ ಕಟ್ಟಾಕ ಅವನಿಗೂ പാടില്ല. കൈ കെട്ടാക്കൽ ഹറാമാണ്. വെറുതെ കൈ കെട്ടാക്കൽ ഹറാമാണ്. വെറുതെ കാല് കെട്ടാക്കൽ ഹറാമാണ്. ഏതെല്ലാം ഹറാമാണ്. അതല്ലേ ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരാൾക്ക് പിന്നെ കിഡ്നി ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കിഡ്നി സ്വന്തം കിഡ്നി എടുത്തു കൊടുക്കൽ പാടില്ലല്ലേ. കാരണം ഞങ്ങളെ സ്വന്തം തടിയിൽ പോലും നമുക്ക് എന്തില്ല, ഒരു ഒടത്തന ചൊല്ലതില്ല, ഓണർഷിപ്പ് ചൊല്ലതില്ല, പൂർണ്ണമായിട്ട് ഓണർഷിപ്പ് ഇല്ല. അള്ളാഹുടേതാണത്. അള്ളാഹു താല അതിനെ എങ്ങനെ നിർവഹണാക്കുക ചെന്നതാണ് ആ രൂപത്തിൽ നിർവഹണാക്കുകില്ലേ. ഒരു അധികാരമാ അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം, ഒരു സ്വറ മാത്രം നങ്ങുകില്ലേ. ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖുബ, നല്ല റിസൾട്ടും നല്ല പ്രതിഫല തണ്ടോണു ഔണാണ്. വ ഖൈറുൻ ഉഖുബ, തക്കതായ ശിക്ഷയും തണ്ടോണു ഔണാണ്. ബെസ്റ്റായ രൂപത്തിൽ ഏതൊരു കാര്യത്തും ഫല തറകു സാധ്യമുള്ള ഔണാണ്. അതുപോലെ പിന്നെ അക്രമമായിട്ടുള്ള അപരാധമായിട്ടുള്ള കാര്യത്തിക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷയും കൊടുക്കുക സാധ്യമാവുന്നതും അതും അള്ളാഹുക്ക് മാത്രമായിട്ട്. ശിക്ഷയും രക്ഷയും അതിന്റെ പരിപൂർണമായ രൂപത്ത് കൊടുക്കുക അള്ളാഹു താലക്ക് മാത്രം സാധ്യമാവുണ്ടാണ്. അത് ദുനിയാവിൽ ആർക്കും സാധ്യമില്ല. ദുനിയാവിൽ ഇപ്പൊ ഞങ്ങളെ തോട്ടത്തിലോർത്ത സൊറാക്കിയോണ്ടുള്ളാണ്ട് പേരിക്കും. ആ സൊറാക്കിയോണ് നല്ലോണം അധ്വാനിച്ചിട്ട് പക്ഷേ അവನು പ്രയത്ന ആക്കിയിട്ട് അവനക്കൊരു റിസൾട്ട് ഉണ്ടാക്കുക ഇല്ലാണ്ടെങ്കിൽ, അതായത് അവನು പിന്നെ ഒരു നാല് ഞങ്ങൾ ഏൽപ്പിച്ചങ്ങനത്തെ രൂപത്തിലുള്ള ഒരു റിസൾട്ട് അവനക്ക് ഉണ്ടാക്കുക ഇല്ല. അവനുക പിന്നെ ഞങ്ങൾ ചൊന്നങ്ങനത്തെ ഡ്യൂട്ടി അവനക്ക് എടുക്കുക ഇല്ല. പക്ഷെ അവನು നല്ലോണം അധ്വാനിച്ചിര റിസൾട്ട് ഉണ്ടാക്കുക ഇല്ലെണ്ടെങ്കിൽ ഞങ്ങൾ ಬೇಣಾಯತ್ತರ ಅವನಿಗೂ ನಂಗೆ ಫಲ ಕೊಡ್ಕಿಲ್ಲ. കാരണം ഞങ്ങൾക്ക് ಇಂಪಾರ್ಟೆಂಟ್ റിസൾട്ട് ആയിട്ടിക്ക് അവൻ ആക്കിയ പ്രയത്നം ഞങ്ങൾ ಇಂಪಾರ್ಟೆಂಟ್ അല്ല. പക്ഷേ അള്ളാഹു താല ഞങ്ങളെ റിസൾട്ട് അല്ല അള്ളാഹു താല നോക്കടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലും റിസൾട്ട് അല്ല അള്ളാഹു നോക്കടെ. അള്ളാഹു താല ഞങ്ങളെ പ്രയത്നമാണ് നോക്കടെ. ഞങ്ങൾ എത്ര പ്രയത്നം വന്നോണ്ടുള്ള ಅಂತಾണ് നോക്കുന്നത്. ഒരു ആലിമാവുകു ഭർത്താവുടങ്ങനത്തെ ഒരു വിദ്യാർത്ഥി ಅವನು നല്ലോണം പ്രയത്ന ആക്കിയിട്ട് പക്ഷെ അവനക്കൊന്നും പഠിക്കുക ഇല്ലണ്ടെങ്കിൽ ദുനിയാവിലും ആറും അവന്റെ പുകലില്ല. കാരണം അവನು ಬೇಣಾയ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല എന്ന നിലക്ക് അവന്റെ റിസൾട്ട് നോക്കുമ്പോൾ അവನು ഫെയിലാണ്, അവನು അത്ര വന്നിട്ടില്ല, റിസൾട്ട് അത്ര കിട്ടിയിട്ടില്ല എന്നിട്ടാണ് മനുഷ്യന്മാർ നോക്കൂടെ. പക്ഷെ അള്ളാഹു താല നോക്കൂടെ അവನು ആലിമായിടാണ് ഇല്ലേ എന്നിട്ടല്ല. അവന്റെ നീയത്തിൽ അവನು വലിയൊരു ആലിമാവണു, നല്ല പഠിച്ച ഒരു പഠിപ്പുള്ള ആളാവണു ചൊല്ലുടെ ഒരു നീയത്ത് അവനുകിന്ത് ആ നീയത്തുകനുസരിച്ചിട്ട് അവನು പ്രയത്ന ആക്കിന്നിട്ടെങ്കിൽ ആ പ്രയത്നത്തിക്ക് അള്ളാഹു താല നല്ല കൂലി കൊടുക്കുക. അതുകൊണ്ടിട്ട് ഹുവ ഖൈറുൻ സവാബ, നല്ല സവാബ് കൂലി തറകു സാധ്യമുള്ളവണ് അവനായിട്ടിക്കർ. അതേപോലെ ശിക്ഷയും അതുപോലെയാണ്. ദുനിയാവുടെ അപരാധത്തിക്ക് പരിപൂർണമായ ശിക്ഷ ആറ് കൊടുക്കാവല്ലോ. ഇപ്പൊ പിന്നൊരുത്തര കൊന്ന, അതിക്രൂരമായിട്ട് കൊന്ന, ഭയങ്കരമായ ക്രൂരമായ രൂപത്തിൽ കൊന്നിട്ടെങ്കിൽ മാക്സിമം ഈ കൊന്നാൾക്ക് കൊടുക്കുമ്പോഴത്തെ ശിക്ഷ എന്തരേ
ಅವನ್ಡೆ ನಾವು ಕೊನ್ನುಟ್ಟಿಡ ಅತ್ತರೆ ಅದರ ಪರ ಎಂದೂ ಹಾಕೋಗಾವಿಲ್ಲ, ಅದರ ಪರ ಅವರು ಮ್ಯಾಕ್ಸಿಮಮ್ ಆಯ ಅವರು ಶಿಕ್ಷೆ ಅವನಿಗೆ കൊടുക്കാവില്ല. എന്നാൽ അള്ളാഹുക അങ്ങനല്ല. അവന്റെ നരകത്തിൽ പിന്നെയും പിന്നെയും ജീവ കൊടുത്തിട്ട് അവന്റെ പിന്നെ എത്ര മാട്ട കൊല്ലകോ അള്ളാഹുടെ കൊണ്ട് സാധ്യമുണ്ട്. അതാണ് ഖൈറുൻ ഉഖുബ. ശിക്ഷയുടെ വിഷയത്തിലും ഏറ്റവും ബെസ്റ്റായ രൂപത്തിൽ ശിക്ഷ കൊടുക്കുക അവിടോനും അള്ളാഹുവായിട്ടിക്കറ. ഇതെല്ലാം ചൊന്നിട്ട് അള്ളാഹു താല ഈ ഒരു ദുനിയാവുടെ സ്വത്ത് സമ്പത്ത് കൊണ്ടിട്ട് അഹങ്കരിച്ചിട്ട് അവസാനം നശിച്ച ഒരു ദൃഷ്ടാന്തത്തിക്ക് ആ നശിച്ച ഒരു പാട കിട്ടങ്ങനത്തെ രൂപത്തിലുള്ള ഒരു ചരിത്രം അള്ളാഹു താല ചൊന്നിട്ടു. ദുനിയാവുടെ ഒരു സിമ്പിളായിട്ട് അർത്ഥാക്കൂ. ദുനിയാവ് ചൊന്നെങ്കിൽ എന്തിരെ ദുനിയാവുടെ അവസ്ഥ എന്തിരെ ഒന്ന് ഇന്ന് സിമ്പിളായിട്ട് അർത്ഥാക്കയുടെ രൂപത്തിൽ ഒരു ചെറിയൊരു ഉദാഹരണം കൂടിയാണ് അള്ളാഹു താല ഇതിൽ ലാസ്റ്റിൽ ചൊന്നിട്ടുള്ളേ. وَضْرِبْ لَهُمْ مَثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. ഓ നബിയെ, വദ്രിബ് ലഹും അങ്ങോക്ക് നീങ്ങ ചൊന്നു കൊടുക്കൊരു ആറുക് അങ്ങോക്ക് ചൊന്നെങ്കിൽ ആറുക് ചൊന്നെങ്കിൽ മക്കത്തെ മുശ്രിക്കീങ്ങളിൽ ചില ആൽമാരൽ വന്നിട്ടല്ലേ നബി തങ്ങൾ ചൊന്ന നബി ഞങ്ങ സ്വത്ത് സമ്പത്തുള്ള സ്ഥാനമാനങ്ങുള്ള ദുനിയാവുടെ നോട്ടത്തിൽ ഞങ്ങ ബലിയാൽമാരായിട്ടിക്കറ ഞങ്ങ ഈ പാവത്തങ്ങളൊട്ടിക്ക് നിങ്ങളൊട്ടിക്കുമല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു യാസിർ റളിയല്ലാഹു അൻഹു അമ്മാർ പോലത്തെ ഈ പാവത്തങ്ങളൊട്ടിയോ കൂടെ ഞങ്ങളെ കൊണ്ട് സാധ്യല്ലേ. അങ്ങ എന്തും ഇല്ലാത്തങ്ങായിട്ടിക്കറാറ് അടിമങ്ങായിട്ടിക്കറാറ് അങ്ങനൊട്ടിക്ക് ദയിക്കൂ ഞങ്ങളെ കൊണ്ട് സാധ്യമില്ലാണ്ട് വന്ന് ചൊന്നങ്ങനത്തെ ആ ദുനിയാവുടെ ആൽമാറില്ലേ കാഫിരിങ്ങില്ലേ അങ്ങനൊട്ടിക്ക് നബിയെ ചൊന്നു കൊടുക്കൊരു. വദ്രിബ് ലഹും എന്നൊരു ചൊന്നു കൊടുക്കും മസലൽ ഹയാത്തി ദുനിയ ദുനിയാവുകുള്ള ഒരു ഉദാഹരണ ദുനിയാവുടെ ജീവിതത്തുകുള്ള ഒരു ഉദാഹരണ ചൊന്നു കൊടുക്കൊരു. എങ്ങനെയാണ് ദുനിയാവുടെ ജീവിത ಅದರ ഉദാഹരണം എന്നരെ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ. ആ ദുനിയാവുടെ ജീവന ആകാശത്തിൽ നിന്നിട്ട് ബന്ധങ്ങനത്തൊരു മല പോലെ ഇട്ടിക്കറ് തന്നി പോലെ ഇട്ടിക്കറ്. ഫഖ്തലത ബിഹി നബാതുൽ അർള് എന്നിട്ട് ആ തന്നില് ഭൂമിയിലുള്ള ഭൂമിയുടെ സസ്യങ്ങ ചെടിങ്ങ തെയ്ങ്ങ മരങ്ങ ഇതെല്ലാം നല്ല സമൃദ്ധമായിട്ട് ആ തന്നിര കാരണത്തിലായിട്ട് വെളഞ്ഞിത്ത്. ഫഖ്തലത ബിഹി ആ തന്നിര കാരണം കൊണ്ടിട്ടു നല്ല സമൃദ്ധമായിട്ട് ഇംപ്രൂവ് ആയിട്ട് വെളഞ്ഞിത്ത്. എന്തൊരു നബാത്തുല്ലറലി ഭൂമിയിലുള്ള ചെടിങ്ങ സസ്യങ്ങ അതായത് നല്ല മലബന്ത് എന്നിട്ടൂടെ നല്ല രൂപത്തിൽ മരങ്ങവും കൃഷിങ്ങവും സസ്യങ്ങളെല്ലാം ഇങ്ങനെ പല പല മിന്നിട പോലെ ഇങ്ങനെ വെളഞ്ഞിത്ത്. പിന്നെന്തരയിത്ത് ഫഅസ്ബഹ ഹശീമൻ തദ്റുഹു റിയാഹ്. പിന്നെ കുറെ കഴിഞ്ഞാൽ പിന്നെ ഈ മരങ്ങ നല്ല വെളഞ്ഞിട്ട് നിണ്ടങ്ങനത്തെ മരങ്ങ അത് പൊടി പൊടിയാവുടെ രൂപത്തിൽ ഉണക്കായ പുല്ല് പോലെ ആയി പോയിട്ട് എല്ലാം അല്ലെ. മരങ്ങളെല്ലാം നല്ല വെളിഞ്ഞാൽ പിന്നെ ഒരു ടൈം ആവുമ്പോ അത് എല്ലാം ഉണങ്ങി പോണ്ടല്ലേ. അങ്ങനെ ഇങ്ങനെ വിതറിപ്പോണ്ട് അങ്ങനത്തെ ഉണങ്ങുമ്പോ അതെന്താവുడు പീസ് പീസ് ആവുടെ രൂപത്തിൽ അപ്പറിപ്പറാവുടെ രൂപത്തിൽ ചിന്ന ഭിന്നമാവുടെ രൂപത്തിൽ ആയിപ്പോയിട്ട് തദ്റൂഹു റിയാഹ്. പിന്നെ അതിനെ കാത്ത് അപ്പറ ഇപ്പറ കൊമ്പോയിട്ട് ഇടോക്ക് തുടങ്ങിയിട്ട് അലക്ക ഉണങ്ങിയിട്ട് പൊടി പൊടിയാവുമ്പോ കാത്തങ്ങ എന്താക്കട് ആ പുല്ലുങ്ങലെ അല്ലെങ്കിൽ ആ സസ്യങ്ങളെ മറത്തല്ല അപ്പറ ഇപ്പറ കൊമ്പോയിട്ടിട്ട രൂപത്തിൽ അത്രയും നികൃഷ്ടമായ രൂപത്തിലായി പോണ്ടു. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. അള്ളാഹു എല്ലാത്തും കഴിവുള്ളവനായിട്ടിക്കറ സാമർഥ്യമുള്ളവനായിട്ടിക്കറ. ദുനിയാവുടെ ഒരു ഉദാഹരണമാണ് അള്ളാഹു താല ചൊന്നി. ദുനിയാവു അതിരെ പ്രഥമ നോട്ടത്തില് നല്ല പല പല മിന്നിടങ്ങനത്തെ രൂപത്തിലാണ് നമുക്ക് ദർശനമാവിടെ. പക്ഷേ ಅದಕ್కొരു പിന്നൊരു മുഖം ഉണ്ട് എന്തിരെ അത് അലക്ക നശിച്ചു പോണ്ടങ്ങനത്തെ എന്തു ആർക്കും വേണ്ടാത്ത രൂപത്തിൽ നശിച്ചു പോണ്ടങ്ങനത്തെ ഒരു മുഖവും ദുനിയാവ് കൊണ്ടുണ്ടാണ് അള്ളാഹു താല ചൊല്ലി. ഏതുപോലെമേ നല്ല മല വന്നിട്ട് നല്ല കൃഷി ഉണ്ടായിട്ട് നല്ല സമൃദ്ധമായ രൂപത്തിൽ മരങ്ങ സസ്യങ്ങളെല്ലാം വെളിഞ്ഞിട്ട് ആ മരവും സസ്യവും കൃഷിയെല്ലാം ഒരു ടൈം എത്തുമ്പെല്ലാം ഉണങ്ങിട്ട് പൊടി പോയി പോണ്ട രൂപത്തില് ദുനിയാവും അതേപോലെയാണ്. ദുനിയാവുടെ അവസ്ഥയും അതെയാണ്. അള്ളാഹു താല അതിരെ ഇപ്പൊ ഇങ്ങനെ ചന്താക്കി വെച്ചിറ. ഇപ്പൊ നമുക്ക് കാണൂ
ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പ്രഥമമായിട്ടുള്ള ഒരു നോട്ടത്തിൽ നോക്കുമ്പോൾ നല്ല പല പല മിന്നടങ്ങനത്തെ രൂപത്തിലാണ് നമുക്ക് പിന്നെ ഉള്ളേ നല്ല ആസ്വദിക്കുന്ന രൂപത്തിലാണ്. അത് വെറും ദുനിയാവിടെ അള്ളാഹു താല സൃഷ്ടിച്ചങ്ങനത്തെ ഞങ്ങൾ ചുറ്റുമുത്തല് കാണങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ಎಲ್ಲ ದುನಿಯಾದ ಪ್ರತಿಯೊಂದು ಸುಖവും ಅದೆಲ್ಲ ಸುಖവും ಅದು ತಿನ್ನದುಳ್ಳೆ ಸುಖಾವಟ್ಟು, നോക്കടലുള്ള സുഖാവട്ട്, കേക്കടലുള്ള സുഖാവട്ട് അല്ലെ. സുഖങ്ങൾ ചൊല്ലത് ഞങ്ങളെ 5 ഇന്ദ്രിയത്തുകളിലെ സുഖല്ലേ. 5 ಇಂದ್ರಿಯಂಗ ಪಂಚೇಂದ್ರಿಯಂಗ ಚೊಲ್ಲದು. അതായത് ഒന്ന നാവുകുല്ലെ സുഖ, തിന്നിറതിലുള്ള സുഖ, കേക്കിടത്തിലുള്ള നല്ല പാട്ടുങ്ങളെ കേട്ടിട്ടുള്ള സുഖ, അല്ലെ കണ്ടിട്ടുള്ള കണ്ണുകൊണ്ടുള്ള സുഖ, അല്ലെങ്കിൽ തൊലി കൊണ്ടിട്ടുള്ള സുഖ, ഞങ്ങളെ ചർമ്മത്തെ കൊണ്ടിട്ടുള്ള സുഖ, അല്ലെങ്കിൽ മൂക്കുടെ നല്ല മണത്തിട്ടുള്ള സുഖ. ഈ 5 സുഖമാണ് മനുഷ്യക്ക് ഉള്ളേ. ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടിട്ട് ഞങ്ങൾ സുഖിക്കിടങ്ങനത്തെ ഏത് സംഗതി ആവട്ടെ, അത് അതിന്റെ ഫസ്റ്റ് നോട്ടത്തിൽ നല്ല പളപള ഉള്ളങ്ങനത്തെ സംഗതികളാണ്, ഞങ്ങളെ അട്രാക്ഷൻ ആക്കണങ്ങനത്തെ സംഗതി കേട്ടിട്ട്. പക്ഷേ അതിന് അവസാനം വണക്കേറ്റിക്കറ് അവസാനം വെറും എന്തുമില്ലാത്ത നികൃഷ്ടമായ ഒരു സംഗതി ഏറ്റിക്കിട്ടാണ് അള്ളാഹു താല ചൊല്ലി. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുന്യാ. ഓ മുശ്രിക്കീങ്ങളെ, കാഫിരീങ്ങളെ, നിങ്ങ സ്വത്ത് സമ്പത്തുങ്ങളെ കൊണ്ടിട്ടും സന്താനങ്ങളെ കൊണ്ടിട്ടും ഫോളോവേഴ്സുകളെ കൊണ്ടിട്ടും നിങ്ങ അഭിമാനപ്പെടാറല്ലേ, ഹെമ്മപ്പെടാറല്ലേ. എന്നാൽ കേക്കറു അൽ മാലു വൽ ബനൂന, ഈ സ്വത്തും ഈ സന്താനങ്ങളെല്ലാം സീനത്തുൽ ഹയാത്തി ദുന്യാ, ദുനിയാവുടെ ജീവിതത്തെ ചന്ത മാത്രമാണിതെല്ലാം. ദുനിയാവുടെ ജീവിതത്തെ അലങ്കാരം മാത്രമായിട്ടിക്കറി ഈ സ്വത്തുങ്ങവും സന്താനങ്ങളല്ല. വൽ ബാക്കിയാത്തു സ്വാലിഹാത്തു, എന്നെന്നും ബാക്കിയാവുടെ അങ്ങനത്തെ നല്ല സത്കർമ്മങ്ങ ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ, എന്നും ബാക്കിയാവുടെ അങ്ങനത്തെ അള്ളാഹു താലക്ക് വേണായിട്ട് ആക്കടങ്ങനത്തെ എല്ലാ സത്കർമ്മങ്ങ അള്ളാഹുടെ മുട്ട നല്ല കൂലി കിട്ടങ്ങനത്തെ സംഗതികളാണ്. വഖൈറുൻ അമല, നല്ല പ്രതീക്ഷിക്കം പോലത്തങ്ങനത്തെ കാര്യങ്ങളാണ്, നിരീക്ഷ വെക്കും പോലത്തങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഞങ്ങ വെക്കും പോലത്തെ കാര്യങ്ങളായിട്ടിക്കറ് അള്ളാഹു വേണായിട്ട് ആക്കടങ്ങനത്തെ നല്ല സത്കർമ്മങ്ങ. അപ്പൊ ദുനിയാവുടെ നല്ല ഒരു രൂപത്തിൽ വളരെ വിശദമായ രൂപത്തിലാണ് അള്ളാഹു താലയോട് വിശദീകരിച്ചുകൊണ്ടുള്ളത്. എന്തിനാണ് ഞങ്ങൾ ചൊന്നറ സൂറത്തുൽ കഹ്ഫ് പ്രത്യേകമായിട്ട് അവസാന കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു സൂറത്തായിട്ടിക്കറ്. അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുടങ്ങനത്തെ ഫിത്തിനങ്ങളെ കൂട്ടത്തില് പ്രധാനപ്പെട്ട ഫിത്തിനകളാണ് ഈ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു താല വിശദീകരിക്കുന്നത്. ഒന്ന്, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഫിത്തിനകളെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഫിത്തിനയാണ് ഇതിന് മുന്നിൽ ഞങ്ങൾ വിശദീകരിച്ചത്. എന്തിരെ നിങ്ങൾ ഈമാനിയുടെ വിരുദ്ധമായിട്ടുണ്ടാവുന്ന ഫിത്തിനങ്ങ ചൊന്നെങ്കിൽ പരീക്ഷണങ്ങളാണ് അതിനർത്ഥ ഫിത്തിന ചൊന്നെങ്കിൽ. അപ്പൊ ഈമാനിക്ക് വിരുദ്ധമായിട്ട് പരീക്ഷണം ഉണ്ടാവും. പല അധികാര ഭാഗത്തിൽ നിന്നുള്ള പിന്നെ ഉപദ്രവങ്ങൾ ഉണ്ടാവും ഈമാനിക്ക് വിരുദ്ധമായിട്ട്. അല്ലാത്ത രൂപത്തിൽ വസ്വാസങ്ങൾ ഉണ്ടാവുടു, കുഫർ പ്രചോദനാക്കടെ ഭാഗത്തിൽ നിന്നിട്ട് പല നിലക്ക് ഈമാനിക്ക് അടിയാവുടെ രൂപത്തിലുള്ള പല ഫിത്തനങ്ങൾ ഉണ്ടാവുടു. ആ ടൈമിൽ ഞങ്ങൾ കഹ്ഫിലേക്ക് മടങ്ങുണുണ്ടാണ് ഇതിന് മുന്നത്തെ സ്റ്റോറിയിൽ അള്ളാഹു തലങ്ങ് പടപ്പാട്ടി. ഏതുപോലെ അസ്ഹാബുൽ കഹ്ഫ് അങ്ങനെ ഈമാന്റെ ഫിത്തനയാക്കടെ രൂപത്തില് അങ്ങ് പരീക്ഷണം ഉണ്ടായപ്പോ കഹ്ഫിലേക്ക് മടങ്ങിയാറ്, കഹ്ഫിന് ഗുഹയിലേക്ക് പോയാറ്. എന്നതുപോലെ ഞങ്ങൾക്കും പല ഗുഹങ്ങ ഒയ്ക്കിട്, ഞങ്ങളെ ഈമാന്റെ സംരക്ഷിക്കണങ്ങനത്തെ ആശ്രയ കേന്ദ്രങ്ങൾ ഇക്കട്. ആ ആശ്രയ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ മടങ്ങുണാവുടു ഞങ്ങളെ ഈമാനിക്ക് ഫിത്തിന പറയുമ്പോ. രണ്ടാമതുണ്ടാവുടെ അവസാന കാലഘട്ടത്തുണ്ടാവുടെ വലിയൊരു ഫിത്തിന എന്ന് പറഞ്ഞെങ്കിൽ ദുനിയാവുടെ ഫിത്തിനയാണ്. ദുനിയാവ് വല്ലാതെ ഹൈലൈറ്റ് ആയി പോണ്ടു, ദുനിയാവുടെ സുഖങ്ങ ഹൈലൈറ്റ് ആവുടു. എല്ലാവരും അത് മുഅ്മിനീട്ട് മുസ്ലിമീട്ട് ചൊന്നു നടക്കടെ ആൽമാരടിൽ പോലും ദുനിയാവുടെ പലക്കങ്ങളാണ്, ദുനിയാവുടെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കടെ അല്ലെ. ഇന്ന് ഞങ്ങൾ ചിന്തനാക്കുറു ഞങ്ങളെ 24 ഗಂಟೆಡೆ ഞങ്ങളെ ടൈമെല്ലാം ദുനിയാവുടെ വിഷയങ്ങളാണ്. ഞങ്ങളെ മക്കളെ വിഷയത്തിൽ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പു ചൊന്നിട്ട് എഡ്യൂക്കേഷൻ ചൊന്നിട്ട് കൊടുക്കണങ്ങനത്തെ എഡ്യൂക്കേഷൻ അല്ല, എന്തിനു വേണമായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്, ദുനിയാവുടെ ഇംപ്രൂവ്മെന്റുള്ള എഡ്യൂക്കേഷൻ ആണ്. അത് ആണും പെണ്ണും വ്യത്യാസമില്ലാണ്ട് ഞങ്ങൾ മക്കളെല്ലാം കടത്തിയോണ്ടുള്ളേ. ഇണ്ട് ഞങ്ങൾ സ്കൂൾ എഡ്യൂക്കേഷൻ കോളേജ് എഡ്യൂക്കേഷൻ ചൊന്നിട്ട് ഭാരി ഇൻട്രസ്റ്റിൽ ഞങ്ങൾ കടത്തറങ്ങനത്തെ ಶಿಕ್ಷಣ ಎಜುಕೇಶನ್ ചൊല്ലതെല്ലാം ദുനിയാവുള്ള എഡ്യൂക്കേഷനാണ് അല്ലെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പണ്ട് ഒരു സമൂഹത്തിൽ പോലും, അത് മുസ്ലിമീങ്ങാട്ട് മാത്രല്ല, ഹിന്ദുങ്ങളാവട്ടെ, ക്രിസ്ത്യൻസ് ആവട്ടെ, യഹൂദികളാവട്ടെ, അല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ ഏത് ധർമ്മത്തങ്ങളാവട്ടെ, ശിക്ഷണ ചൊല്ലത് ഒരിക്കലും ഒരു പിന്നെ
ಎಂದಿಗೂ ಬೇಡ ಆಯ್ಟ್ಲ ಅಂತ ഒരു ജോബുക്ക് ಬೇನಾയിട്ട് ಶಿಕ್ಷಣ കൊടുക്കಡೆ ചൊല്ല ഒരു കൺസെപ്റ്റ് ഇല്ല ಅಂತൂടെ സ്വർത്തുക്ക് ಬೇನಾയിട്ട് പഠിക്കടേ അല്ലെങ്കിൽ പിന്നെ സമ്പാദന ആക്കുവാനായിട്ട് പഠിക്കരേ ചൊല്ല ഒരു കൺസെപ്റ്റ് ഇല്ല ಅಂತ പഠിപ്പല്ലാണ്ട് ഇന്ന് മനുഷ്യനാവുകില്ല പഠിപ്പാണ് കൊടുത്തോണ്ടിന്ന് മനുഷ്യരുടെ സ്വഭാവ നല്ലാക്കുകയായിട്ട് മനുഷ്യരുടെ അവന്റെ ചിന്തന നല്ലാക്കുകയായിട്ട് അവന്റെ നല്ല ഉന്നതമായ രൂപത്തിൽ ചിന്തിപ്പിക്കട രൂപത്തിൽ അവന് ഈ ലോകത്തെ പഠിക്കട രൂപത്തിൽ ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട് ചുറ്റുമുത്തൽ എന്തെല്ലാം ഉണ്ട് എന്നെല്ലാം പഠിക്കട രൂപത്തിലാണ് അവനക്ക് ശിക്ഷണ ഇന്ന് എഡ്യൂക്കേഷൻ കിട്ടിയോണ്ടിന്ന് ഇന്ത്യ എഡ്യൂക്കേഷൻ ಅದಕ್ಕೆ ಬೇನಾയിട്ടಲ್ಲ ഇന്ത്യ എല്ലാവരും എഡ്യൂക്കേഷൻ ಅದರ ಬ್ಯಾಕಲ್ಲಿ ಕೂಡ್ರೆ സ്വർത്തുക്ക് ಬೇನಾയിട്ടാണ് ജോബ് കിട്ടുക ಬೇനായിട്ട് എൻ്റെ മോൻ എന്തൊരു ജോബ് കിട്ടു അവൻ എന്തൊരു നയിക്കുക അവനക്ക് പിന്നെ ಬೇಣಾಯ ರೂಪത്തിൽ ಅವನಿಗೆ ಕೂಡ ಜೀವಿಕೂಲ್ಲೇ ಬೇಣಾಯ പിന്നെ നയിപ്പ് അവനക്ക് കിട്ടുക റിസ്ക്കുകുല്ലേ അവനക്ക് നല്ല നയിപ്പ് കിട്ടുക എന്ന രൂപത്തിലാണ് ഞങ്ങൾ എഡ്യൂക്കേഷൻ എല്ലാം പോയിട്ടില്ല അതേ ഒരു എഡ്യൂക്കേഷനാണ് ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടിയോണ്ടില്ല അതായത് ദുനിയാവുടെ എഡ്യൂക്കേഷൻ അള്ളാഹു താല ഞങ്ങളെ റിസ്കല്ല അള്ളാഹു താല ഏറ്റെടുത്തിട്ടിക്കുമ്പോൾ നാണ് നിങ്ങൾക്ക് റിസ്ക് തണ്ട നിങ്ങൾക്കും നിങ്ങളെ സന്താനത്തിക്ക് എല്ലാത്തുക്കും നാണ് റിസ്ക് തണ്ട എന്ന് അള്ളാഹു താല തന്നങ്ങനത്തെ വാഗ്ദാന ഖുർആനിൽ വളരെ വ്യക്തമായി തന്ന വാഗ്ദാന അതിൽ ഞങ്ങൾക്ക് ഈമാനില്ല അതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അപ്പൊ ദുനിയാവ് ഹൈലൈറ്റ് ആവുടെ കാലത്തില് അത് പ്രത്യേകമായിട്ട് അവസാന കാലഘട്ടത്തിൽ ദുനിയാവ് ചൊല്ലെ ഒരു ഫിത്തിന അത് വലിയ രൂപത്തിൽ വരുമ്പോൾ അത് ಅದರ ವಿರುದ್ಧമായിട്ട് ഞങ്ങൾക്കിക്കോണായ മൈൻഡ് സെറ്റ് എന്തിരെ മനോഭാവ എന്തിനായിട്ടാണ് ഈ ഭാഗത്തിൽ അള്ളാഹു താല ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നിരെ അള്ളാഹു താല ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക അള്ളാഹു താല ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ